ജില്ലയിൽ കഞ്ചാവ്, മയക്കുമരുന്ന് അടക്കമുള്ള വസ്തുക്കൾ, ലഹരി വസ്തുക്കളുടെ കടന്നുവരവും അതുപോലെ തന്നെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ തടയുന്നതിന് വേണ്ടി എക്സൈസ് കർശനമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. നമ്മൾ നിൽക്കുന്നത് ഈ ഉണ്ടമല എന്ന് പറയുന്ന രാജാക്കാട് പഞ്ചായത്തിലാണ്, 12ാം വാർഡിലാണ്. സർ, ഇവിടെ ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് കണ്ടെടുത്തിരിക്കുന്നത്? പ്രതികളെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ഓണ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എക്സൈസിൻ്റെ ഇതിൽ. അപ്പോൾ പരിശോധനകൾ കാര്യക്ഷമമായി നടത്തുന്നുണ്ട്. നമ്മുടെ കമ്മീഷണറുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് സ്പെഷ്യൽ സ്ക്വാഡുണ്ട് പ്രത്യേകമായിട്ടുള്ള. പിന്നെ നമ്മുടെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇടുക്കി ജില്ലയിൽ അതിൻ്റെ സ്ക്വാഡുണ്ട്. അവരുടെ ടീം വർക്ക് എൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കിട്ടിയതാണ് ഇൻഫർമേഷനാണ്. ഇവിടെ ഈ സൈബു തങ്കച്ചൻ എന്ന് പറഞ്ഞ് ഇവിടെ താമസിക്കുന്ന ഒരാൾ വൻതോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ട് വിതരണം ചെയ്യുന്നതായിട്ട്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ പറയുന്ന 6 പാക്കറ്റ് 12 കിലോയ്ക്ക് മുകളിൽ കഞ്ചാവും, ഈ പറഞ്ഞ പോലെ ഒരു 25 ലിറ്റർ ചാരായം, വാറ്റുവർണ്ണങ്ങൾ, കോട എല്ലാം കിട്ടി. കഞ്ചാവ് തൂക്കാനുള്ള ത്രാസ്, അയാൾ മുൻ പ്രതി, വലിയ കേസിലെ പ്രതിയാണ് അയാൾ. അതിൻ്റെ കോടതി രേഖകൾ, പിന്നെ വണ്ടിയുടെ വ്യാജ നമ്പർ പ്ലേറ്റുകൾ ചെയ്തുകൊണ്ട് ഓടിക്കുന്ന ആ സംവിധാനങ്ങൾ. പരിശോധനയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു കേസ് രാജാക്കാട് ഭാഗത്തു നിന്ന് എടുത്തിരുന്നു. ഈ വലിയ തോതിൽ എവിടെ നിന്നായിരിക്കും കഞ്ചാവ് കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഇവിടെ ചില്ലറ വിൽപ്പന നടത്തി? കഞ്ചാവ് കൂടുതലും കൊണ്ടുവരുന്നത് ആന്ധ്ര, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കടത്തിക്കൊണ്ട് വരുന്നത്. വലിയ ലോഡുകളുടെ മറവിലാണ്, കരിക്കോ അല്ലെങ്കിൽ അങ്ങനെ അപ്രായോഗികമായ ലോഡുകളിൽ കടത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ വന്നത്. ഇത് അങ്ങനെ തന്നെ വന്ന ലോഡ് ഇവിടെ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് എത്തിച്ച് വ്യാപാരം നടത്തിയിരുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്? അതിന് സാധ്യതയുണ്ട്. മുൻ കേസുകളിലെ പ്രതിയാണ്. തിരുവനന്തപുരത്ത്, എറണാകുളത്തൊക്കെ വലിയ ക്വാണ്ടിറ്റിയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണ്. എത്ര കേസുകളിൽ എത്ര ക്വാണ്ടിറ്റിയാണ് പിടിച്ചിരിക്കുന്നത് ഇയാൾ? മുൻപ് ഒരു 10 കിലോ കഞ്ചാവ് ഓയിലുമായിട്ട് തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ പോലീസ് കേസ് രജിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അത് ഇവിടെ ഉള്ളതിൽ കിട്ടിയ സംഭവമാണ്. ബാക്കി നമുക്ക് കളക്ട് ചെയ്യണം എല്ലാം ഇതാണെന്നുള്ളത്. ഇയാളെ കിട്ടിയിട്ടില്ല? ആളെ കിട്ടിയില്ല. ആൾ ഇവിടെ ഉണ്ടായിരുന്നു, ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു ആൾ മുങ്ങിയിരിക്കുകയാണ്. നമ്മൾ എത്ര മണിക്കാണ് ഇവിടെ വരിക? 3 മണി സമയമായിട്ടുണ്ട്. അപ്പം ഇത് ലോക്ക്ഡ് ആയിരുന്നു. അത് നമ്മൾ വില്ലേജ് ഓഫീസറെയും പഞ്ചായത്ത് മെമ്പറേയും കൂടെ കൂട്ടിയിട്ടാണ് വീട് തുറന്ന് പരിശോധിച്ചത്. വീടിനുള്ളിൽ നിന്നാണ് സാധനം എല്ലാം കിട്ടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവുമായിട്ട് മുമ്പോട്ട് ഇത്തരം പരിശോധനകളുണ്ടാകും? തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബോർഡർ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന താലൂക്ക് ആയതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരോട് ചേർന്ന് പോലീസ്, അവിടുത്തെ പ്രൊവിഷൻ വിങ്, ഫോറസ്റ്റ്, നമ്മുടെ പോലീസ്, ഫോറസ്റ്റ്, നമ്മൾ ഇതെല്ലാം കൂട്ടി ചെക്ക് പോസ്റ്റുകളിൽ വളരെ ശക്തമായ പരിശോധനകളും, പിന്നെ ഇതുകൂടാതെ സമാന്തര നടപ്പാതകളുണ്ട് തമിഴ്നാട്ടിൽ കയറി വരുന്നത്. അവിടെയെല്ലാം പല സമയത്തും നിരീക്ഷണങ്ങളും പരിശോധനകളും കൃത്യമായി നടത്തുന്നുണ്ട്. കൂടുതലും വാഹന പരിശോധന നടത്തുന്നുണ്ട്. ചാരായം ഇവിടെ നിർമ്മിച്ച് ഇവിടെ തന്നെ വിൽപ്പന നടത്തുകയായിരുന്നോ മറ്റെവിടേക്കും കൂടുതൽ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ട്? അങ്ങനെ അറിയില്ല. വെളിയിലേക്ക് ഉണ്ടായിരുന്നൊന്നും അറിയില്ല. നമുക്കത് അന്വേഷിക്കുന്നേ ഉള്ളൂ. കഞ്ചാവ് ഇവിടെ തന്നെയായിരുന്നു സെയിൽ നടത്തിക്കൊണ്ടിരുന്നത്, അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടല്ലേ? അതെ, കൂടുതലും ഇവിടെ തന്നെയാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. വെളിയിലേക്ക് പോയതായിട്ട് നമുക്ക് അറിവില്ല. അന്വേഷണത്തിലാണ് ആ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നത്. പ്രതി ഏത് ഭാഗത്ത് എങ്ങനെയായിരിക്കും പോയിരിക്കുന്നത് എന്നുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? പ്രതി നിലവിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയൊരു ഇതിലല്ല. ഇവിടെ ഉണ്ടായിരുന്നു, ആൾ അസ്കോണിയായി. എന്തായിരുന്നാലും ഓണം സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട ഇത്തരം കർശന പരിശോധനകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കുന്നത്. ഈ പരിശോധനകളുമായി മുമ്പോട്ട് പോകും. ഇത്തരത്തിൽ വൻതോതിൽ നടത്തുന്ന കഞ്ചാവ് വ്യാപാരത്തിന് തടയിടുക, ഒപ്പം തന്നെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എക്സൈസ് ഇത്തരം പരിശോധനകളുമായി മുമ്പോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.